ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പപ്പ മരിച്ച ദിവസമായിരുന്നു. ഒന്നാം ചരമവാർഷികം കേട്ടോ. പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. ഇവിടെ പപ്പയുടെ കൂടപ്പിറപ്പുകൾ ഞങ്ങൾ മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എലിക്കോണിയ എന്നുള്ള പൂവാണ് കേട്ടോ. ഇപ്പോൾ കറണ്ട് പോയിരിക്കുന്ന സമയമാണ്, അതാണ് വെളിച്ചമില്ലാത്തത്. പപ്പയുടെ കൂട്ടുകാരനാണത്. പപ്പയുടെ കൂടെ എല്ലാത്തിനും കൂട്ടുണ്ടായിരുന്ന ലാലു എന്നാണ് ചേട്ടൻ്റെ പേര്. അതാ കറണ്ട് വന്നപ്പോൾ അതാ പൂവിൻ്റെ ശരിക്കുള്ള ഭംഗിയുണ്ടാവും. ബൊക്കേക്കൊക്കെ വെക്കുന്ന പൂവാണ് എലിക്കോണിയ എന്നങ്ങനെയാണ് പേര് കേട്ടോ. അല്ലാതെ ഞങ്ങൾ കുറേ പൂക്കൾ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത് ലാലു കൊണ്ടുവന്നപ്പോൾ നിറയെ പൂക്കളോട് പൂക്കളായി. അപ്പോൾ നമ്മളിതാ രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാണ്. സെമിത്തേരിയിൽ വന്നു. മക്കളെ യൂണിഫോമൊക്കെ ഇട്ടിട്ടൊക്കെ കൊണ്ടുവന്നിട്ടോ. അവരെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുക്കി. നമ്മുടെ ഭാഗ്യത്തിന് അതേവരെ മഴ പെയ്തത് ആ സമയമായപ്പോൾ മഴയില്ലാതായി. നല്ലൊരു കാലാവസ്ഥ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ വേറെ ആഘോഷങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ക്രിസ്ത്യൻസിന് ചിക്കൻ ബീഫ് ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യണില്ല. അല്ലാതെയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ പപ്പ മരിച്ച ദിവസം അങ്ങനെ ഒരു എല്ലാം വെച്ച് കഴിക്കാനുള്ളൊരു മൂഡ് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പപ്പയുടെ കൂടപ്പിറപ്പുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രാവിലെ അപ്പവും പിന്നെ കടലക്കറി ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ചായയും കൊടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിള്ളേരെ കൊണ്ടുവിടാനായിട്ട് അങ്ങനെ പോവുക ചെയ്തത്. അപ്പോൾ ലാലു ഇതേ ഒപ്പം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അനിയൻ കുവൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഉണ്ടായിരുന്നു, ഫാമിലിയും അവളുടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അച്ഛൻ പോയി. അച്ഛൻ്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് അച്ഛൻ പോയി. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പയുടെ മദ്യപാനമാണ് കേട്ടോ പപ്പേനെ പെട്ടെന്ന് ദൈവത്തിലേക്കാണ് കൊണ്ടുപോയത്. ഷുഗർ വന്നിട്ട് കാലൊക്കെ പൊട്ടി. പിന്നെ അതിൻ്റെ ഇതൊരു മാനസിക വിഷമത്തിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അറ്റാക്കൊക്കെ വന്നതാണ് ആൾക്ക്. അപ്പോൾ മദ്യപാനം നമ്മളെ കാർന്ന് തിന്നും. അത് ഏത് തരത്തിലും ആവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ വിശേഷം.